നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം, അതായത് 2024 അവസാനത്തെ ഗുരുപുഷ്യ യോഗമായിരുന്നു ഇന്നലെ നവംബർ 21 സംഭവിച്ചത്. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു. അതേപോലെ തന്നെ പൂയം നക്ഷത്രമായിരുന്നു. വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസമായിരുന്നു ഇന്നലെ. ഈ ദിവസം ശുഭകരമായ, ഉത്തമമായ, വളരെ വലിയ കർമ്മങ്ങൾക്കൊക്കെയും നല്ലൊരു ദിവസം തന്നെയാണ്. ഈ ദിവസം ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊക്കെയും ഇരട്ടി ഫലവുമായിരിക്കും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നലെ നവംബർ 21 ഇന്നലെ എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വളരെയേറെ ഭാഗ്യദായകമായി ഭാവിയിലും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയും വളരെ ശുഭകരമായ ഫലങ്ങൾ അതിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ നവംബർ 21 ദിവസം വസ്ത്രം, ആഭരണം, ഗൃഹം, പുതുഭൂമി എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുവകകൾ വാങ്ങിച്ച ആളുകൾക്കൊക്കെയും വളരെ നേട്ടങ്ങളായിരിക്കും ഭാവിയിലും ഉണ്ടാകുവാനായി പോകുന്നത്. കാരണം ഇന്നലെ വ്യാഴത്തിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വ്യാഴഗ്രഹത്തിൻ്റെ ശുഭകരമായ ഗുണങ്ങളായിരിക്കും ഇന്നലെ ചെയ്ത പ്രവൃത്തികളിലുടനീളം വന്നു ഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ടും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നവംബർ 21 ഇന്നലെ രാവിലെ 6:49 പൂയം നക്ഷത്രം ആരംഭിച്ചതും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അതിൻ്റെ അവസാനവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഗുരുപുഷ്യ യോഗം, രവിയോഗം ഒക്കെ അന്നേ ദിവസം സംഭവിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അമൃതസിദ്ധി യോഗം എന്നൊരു യോഗവും കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് വളരെ നേട്ടങ്ങളാണ് ഇന്നലെ നവംബർ 21 ദിനം മുതൽ ഉണ്ടായി തുടങ്ങിയതും. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുരുപുഷ്യയോഗത്തിൻ്റെ ഭാഗ്യ ഫലങ്ങൾ നവംബർ 21 ഇന്നലെ മുതൽ ലഭിച്ചു തുടങ്ങിയത് എന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. അപ്പോൾ ഗുരുപുഷ്യയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ച ആ നക്ഷത്രക്കാർ, ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രാശി തന്നെ മീനം രാശിയാണ്. മീനൻ രാശിയിൽ വരുന്ന പൊരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഇന്നലെ ഉണ്ടായ ഗുരുപുഷ്യയോഗം വളരെയേറെ ഗുണകരമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുവാനായി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി പ്രാവർത്തികമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അനവധി അവസരങ്ങളായിരിക്കും ഇനി നിങ്ങളെ തേടിയെത്താനായി ഇന്നലെ മുതലുള്ള അനുഗ്രഹഭാവത്താൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തെ ഇനി ഐശ്വര്യപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളാൽ സാധിക്കപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇന്നലെ ഗുരുപുഷ്യ യോഗത്താൽ സംഭവിച്ചിരിക്കുകയാണ്. നവംബർ 21 ഇന്നലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നെങ്കിൽ അതൊക്കെ ഇനി മുതൽ ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, സമാധാനമായൊരു അന്തരീക്ഷം, സമാധാനമായ ചുറ്റുപാടൊക്കെ സംജാതമാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് മീനം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. പുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ, വാഹനം, വസ്തു, വീട് തുടങ്ങിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യത്തോടു കൂടി കഴിയാൻ നിങ്ങൾക്ക് ഇന്നലെ മുതൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. ദൈവിക കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ദൈവിക കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ക്ഷേത്ര ദർശനം നടത്തണം, ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യണം, അന്നദാനം നടത്തണം, അങ്ങനെ പല കാര്യങ്ങൾ മനസ്സിലേക്ക് കൂടി എത്തുമ്പോൾ അതിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് മാറ്റിവെക്കുകയോ ചെയ്യേണ്ട. അപ്പോൾ തന്നെ അതിനൊരു തീരുമാനത്തിലെത്തുക. കാരണം നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിക്കുന്നതാണ്. അതും മുഖേന മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിൽ എന്തൊക്കെ തോന്നുന്നു, ആത്മീയപരമായി എന്ത് തോന്നുന്നു, അതൊക്കെ ചെയ്യാൻ കൂടി ഈ ഒരു സമയത്ത് മീനം രാശിക്കാർ ശ്രദ്ധിക്കുന്നത് വളരെയേറെ ഉത്തമം ആയിരിക്കും. അടുത്ത രാശി മിഥുനമാണ്. മകേരം 2ാം പകുതി ഭാഗം, തിരുവാതിര, പുണർന്നം ആദ്യ 3/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ഇന്നലെ ആരംഭിച്ച ഗുരുപുഷ്യ യോഗത്തിൻ്റെ ഏറെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങിയ നവംബർ 21 മുതൽ ഇന്നലെ മുതൽ ലഭിച്ചു തുടങ്ങിയ സമയത്തിലൂടെയാണ് ഇപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു വലിയ ആഗ്രഹം നടക്കാൻ പോകുന്ന ഒരു അവസരത്തിലോട്ടാണ് നിങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തക്കതായ ജോലി ലഭിക്കും.
വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെയുള്ള ആളുകളുണ്ടാവും. വിവാഹം വൈകുന്നവർക്കൊക്കെ സന്തോഷിക്കാനുള്ള ഒരു വാർത്ത കൂടിയാണ്. വിവാഹം നിങ്ങളുടെ പെട്ടെന്ന് നടക്കാനുള്ളൊരു ഭാഗ്യം കൂടി മിഥുനം രാശിക്കാർക്ക് ഈ ഗുരുപുഷ്യയോഗത്താൽ സംഭവിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി ധനഭാഗ്യം, ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് ധനഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. നല്ല സമയമാണ്. വളരെ ധനം കയ്യിലേക്ക് വരികയും അതനുസരിച്ച് ചിലവാക്കാനും ഒക്കെ ഭാഗ്യം. കാരണം നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹങ്ങളൊക്കെയും മൂടിക്കെട്ടി മനസ്സിനകത്ത് വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ ഒരു ഭാഗ്യങ്ങൾ ഈ ഒരു ഇടക്കാലമായി നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ അതൊക്കെ മനസ്സിലൊരു വിങ്ങലായി അല്ലെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഈ ഗുരുപുഷ്യ യോഗത്താൽ സംഭവിക്കാൻ പോവുകയാണ്. പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം, വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ, സ്കോളർഷിപ്പ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാനും സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആദരവും പ്രശംസയൊക്കെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് കൈവരുന്നു തുടങ്ങിയിരിക്കുകയാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം കൂടി. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ സന്തോഷിപ്പിക്കുകയും അതുവഴി നിങ്ങളിലേക്ക് അവരുടെ അനുഗ്രഹം വന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ഏറ്റവും അത്യാവശ്യം ഒരു ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് എത്തിക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് ദൈവത്തിന് പോലും പ്രാധാന്യമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രവർത്തികളിൽ മാതാപിതാക്കൾ സന്തോഷവാന്മാരും സന്തോഷവതികളും ആകുകയും അതോടൊപ്പം അവരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ ഏറിയ തോതിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ മാതാപിതാക്കളെ സന്തോഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിനാണ് 2024 നവംബർ 21, അതായത് ഇന്നലത്തെ ദിവസം മുതൽ ഗുരുപുഷ്യ യോഗത്താൽ സാധ്യമാകാൻ തുടങ്ങുന്നത്. അടുത്ത രാശി ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും ഗുരുപുഷ്യ യോഗം വളരെയേറെ ഭാഗ്യദായകമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങളൊക്കെയും അകന്ന ഒരു സമയമാണ് ഇന്നലെ മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് തുടർന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ മന്ദീഭവിച്ചു കിടന്ന പല കാര്യങ്ങളും വീണ്ടും പുനർജീവിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. ശത്രുദോഷത്താലുള്ളൊരു വേദനകൾ, ഒരു തളർച്ച, ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഭീതിയിൽ നിന്ന് ഒഴിയുന്ന, നിങ്ങളുടെ ശത്രുക്കളൊക്കെ നശിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ അവരെ ഭസ്മമാക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹം കൂടി ധനു രാശിക്കാർക്ക് ഗുരുപുഷ്യ യോഗത്താൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളെ തടസ്സമായി നിങ്ങൾക്ക് ഉപദ്രവം ഏകുന്ന എല്ലാ കാര്യങ്ങളെയും ലക്ഷ്മി ദേവി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരവസ്ഥയാണ്. അതേപോലെ തന്നെ വിദേശ ധനസമ്പാദ്യം, വിദേശ ഭാഗ്യമൊക്കെയും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പ്രമോഷൻ പോലെയുള്ള ധനവർദ്ധനവ് പോലുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരികയും കുടുംബത്തോടൊപ്പം ഉല്ലാസ യാത്രയ്ക്ക് പോകാനൊക്കെയുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യപരമായി വളരെയേറെ മെച്ചപ്പെട്ട ഒരു സമയം കൂടിയാണ് ധനുരാശിക്കാർക്ക് ഗുരുപുഷ്യ യോഗത്താൽ സംഭവിച്ചിരിക്കുന്നത്. പ്രമോഷന് സാധ്യതയുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരു നിലവാരം ഉയരാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നിലവാരത്തിൽ നിന്ന് അല്പം കൂടി മാന്യത, അതുപോലെ തന്നെ പൊതുമധ്യത്തിൽ ഒരു അഭിമാനം തുടങ്ങിയ നിങ്ങൾക്ക് പല രീതിയിൽ ജീവിതത്തിൽ നിങ്ങളാൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നൊരു ആത്മാഭിമാനം നിങ്ങൾക്ക് തോന്നുന്ന പല സമയങ്ങളും ഇനി വരാൻ പോവുകയാണ്. ചില ഉത്തരവാദിത്തങ്ങൾ അധികമായി നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഉയർച്ചയുടെ പടി ചെല്ലുകയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ജോലി ഭാരം ഉണ്ടാകും, അതനുസരിച്ചുള്ള വേതനവും നമ്മൾ കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു പടി കൂടി സ്റ്റാൻഡേർഡ് ആകാൻ ശ്രമിക്കുകയാണ്, അപ്പോൾ ഉയരുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിലേക്കൊക്കെയാണ് ഗുരുപുഷ്യ യോഗത്താൽ ഇന്നലെ, അതായത് നവംബർ 21 ഇന്നലെ മുതൽ നിങ്ങളുടെ ജീവിതം എത്തിയിരിക്കുന്നത്.